Hello everyone, welcome to Disha Academy. RRB Group Dയുടെ റിവിഷൻ സീരീസിൽ മാത്സിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ സെക്ഷൻ ആണ് ഇന്ന് നോക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഷോപ്കീപ്പർ സെൽസ് wheat at rupees 20 per kg that he purchased at rupees 18 per kg and he gives only 900 grams of wheat instead of 1 kilogram while selling. The actual percentage profit to the shopkeeper is options 23.45%, 24.45%, 20.45% and 22.45%. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഡിസോണസ്റ്റ് ഡീലർ ടൈപ്പിലെ ഒരു ക്വസ്റ്റൻ ആണ്. ഡിസോണസ്റ്റ് ഡീലർ എന്ന് പറയുമ്പോഴത്തേക്കും 1 കിലോഗ്രാം സാധനം കൊടുക്കേണ്ടതിന് പകരം 900 850 ഒക്കെ കൊടുക്കാറുള്ളൂ അല്ലെ. അപ്പൊ ആ ടൈപ്പ് പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ പ്രോഫിറ്റ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കയ്യിൽ നിന്ന് ചെലവാകുന്ന ക്യാഷാണ് ഈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു സാധനം വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുത്താണല്ലോ വാങ്ങുന്നത്. അപ്പൊ കയ്യിൽ നിന്ന് പോണ സാധനമാണ് ഈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അത് നമുക്ക് കിട്ടുന്നതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മളൊരു സാധനം വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാഷ് ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ കയ്യിൽ നിന്ന് എന്ത് പോയി പകരം എന്ത് കിട്ടി, അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആക്ച്വൽ പെർസെന്റേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കയ്യിൽ നിന്ന് പോയത്, എന്തെല്ലാമാണ് നമുക്ക് കിട്ടിയത്, ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് ഈ പ്രോബ്ലം ചെയ്യുവാണ്. അപ്പൊ കയ്യിൽ നിന്ന് പോയതിനെ ഞാൻ സി പി എന്ന് റെപ്രസെന്റ് ചെയ്യുവാണ്, കിട്ടുന്നതിനെ എസ് പി എന്നും റെപ്രസെന്റ് ചെയ്യാണ്. ഓക്കെ, സി പി എസ് പി ഒക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ ഇത് കയ്യിൽ നിന്ന് എന്താണോ പോയത് വേഴ്സസ് കിട്ടുന്നത്, അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്താണ് ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. എ ഷോപ്പ് കീപ്പർ സെൽസ് വീറ്റ് അറ്റ് ₹20 per kg. ഒരു ഷോപ്പ് കീപ്പർ വീറ്റ് kgക്ക് 20 രൂപ വെച്ചിട്ട്, ഒരു കിലോഗ്രാമിന് 20 രൂപ വെച്ചിട്ടാണ് വിൽക്കുന്നത്. എന്നാൽ അത് വാങ്ങിയത് എങ്ങനെയാണ്? ഒരു കിലോഗ്രാമിന് 18 രൂപ വെച്ചിട്ടാണ് വാങ്ങിയത്. ഒരു കിലോഗ്രാമിന് 18 രൂപ വെച്ച് വാങ്ങി എന്ന് പറയുമ്പോൾ വാങ്ങാൻ നേരത്തെ അയാളുടെ കയ്യിൽ നിന്ന് 18 രൂപയാണ് പോയത്, വിൽക്കാൻ നേരത്ത് 20 രൂപ കിട്ടി. ഒരു കിലോഗ്രാമിന്റെ കേസിൽ വാങ്ങിയപ്പോ ഈ 18 രൂപ പോയി, വിൽക്കാൻ നേരത്തെ 20 രൂപ കിട്ടി. ശരിയല്ലേ? 18 രൂപ കയ്യിൽ നിന്ന് പോയ സ്ഥാനത്ത് 20 രൂപയാണ് കിട്ടിയത്. ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? 18 രൂപ കയ്യിൽ നിന്ന് പോയ സ്ഥാനത്ത് 20 രൂപയാണ് കിട്ടിയത്. ഇനി കയ്യിൽ നിന്ന് പോയത് വീറ്റ് എത്ര കയ്യിൽ നിന്ന് പോയെ? 900 ഗ്രാം വീറ്റ് കയ്യിൽ നിന്ന് പോയത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാഷ് പോയത് അല്ലെ. 900 ഗ്രാമേ അയാൾ കൊടുത്തുള്ളൂ. അപ്പൊ 1 ഗ്രാമിന് 1 രൂപ വെച്ചാൽ ആണെങ്കിൽ 900 റുപ്പീസ് അയാളുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ അല്ലെ. പക്ഷെ പകരം 1 കിലോഗ്രാമിന്റെ വില കിട്ടിയത് 1 kgയുടെ വിലയാണ്, 1000ന്റെ ഇക്വലന്റാ കിട്ടിയത്. അപ്പൊ അവിടുത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയത് 900 ആണെങ്കിൽ കിട്ടിയത് 1000 ആണ്. മനസ്സിലായോ? 900 ഗ്രാമിന്റെ ക്യാഷ് കൊടുത്ത് വാങ്ങിയ ഒരു സാധനം പോയപ്പം 1000 ഗ്രാമിന്റെ ഇക്വലന്റ് എമൗണ്ട് ആണ് ക്യാഷ് ആയിട്ട് അയാൾ കിട്ടിയത്. സോ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് സീറോ ഇവിടെ കട്ട് ചെയ്യാം. 18നെയും 20നെയും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9 × 2 18, 10 × 2 20. അതായത് റേഷ്യോ ആക്കുകയാണ് കേട്ടോ. 18 20 എന്നുള്ളത് 9:10 എന്ന് എഴുതി, 900 1000 എന്നുള്ളത് 9:10 എന്ന് എഴുതി. അപ്പൊ കയ്യിൽ നിന്ന് പോയത് മൊത്തത്തിൽ 9 × 9 81 ആണ്, കിട്ടിയത് 100 ആണ്. അപ്പം 81ൽ നിന്ന് 19 ആണ് ലോസ് ആയത്. 81ൽ 19 × 100 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിത് 23.45% വരും. 23.45% വരും. ഓൾമോസ്റ്റ് നമുക്ക് ഓപ്ഷൻസ് ഒക്കെ കുറച്ച് അപ്രോക്സിമേറ്റ് അടുത്തടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് സോൾവ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. 1900നെ 81 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഡിജിറ്റ് 2, എല്ലാത്തിലും 2 ആണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാനില്ല. 81 × 2 എന്ന് പറയുമ്പോൾ 162 ആണ്. ബാലൻസ് വരുന്നത് 28 ആണ്. സോ 280 എന്ന് വരും. 81 × 3 ചെയ്യുമ്പോൾ നമുക്ക് 243 വരും. അപ്പൊ 23 നമുക്ക് ഫിക്സ് ചെയ്യാം. 81 × 4 ആയിക്കഴിഞ്ഞാൽ 32 സംതിങ് വരും അല്ലെ. 320 300 റേഞ്ച് വരും. സോ 23 കിട്ടിക്കഴിഞ്ഞാൽ ഇനി ബാക്കി ചെയ്ത് നോക്കണ്ട. 23 റേഞ്ച് ഉള്ള ഒറ്റ ആൻസറേ ഉള്ളൂ, 23.45%. അങ്ങനെ കാൽക്കുലേഷൻ കൂടെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റനോടെ ചെയ്യാം. 1-2 ക്വസ്റ്റനോടെ ഈ ടൈപ്പ് ഒന്ന് ചെയ്യാം. ഡിസോണസ്റ്റ് ഡീലർ വരുന്ന കേസിലും മാർക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് വരുന്ന കേസിലും ഡിസ്കൗണ്ട് കൊടുക്കുന്ന കേസിലും ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാം. അതായത് സീരീസ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അതെല്ലാം ഇങ്ങനെ റേഷ്യോസ് ആയിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുവാണേ. അപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം.
Second question, okay. A shopkeeper sells an item at profit of 25% and dishonestly uses a weight that is 30% less than the actual weight. Find his total profit. എന്താ പറഞ്ഞേക്കുന്നത്? 25% ലാഭം എടുത്ത് തന്നെയാണ് ആള് വിൽക്കുന്നത്. അത് കൂടാതെ അയാൾ വെയിറ്റിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ എത്ര പ്രോഫിറ്റ് കിട്ടും എന്നാണ് ചോദ്യം. ഓൾറെഡി കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് വേരി ചെയ്ത് 25% ലാഭം കിട്ടുന്ന രീതി തന്നെയാണ് അയാൾ വിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞില്ല, വെയിറ്റിനകത്തും അയാൾ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഇൻ എഫക്ട് എത്ര പെർസെന്റേജ് ആണ് പ്രോഫിറ്റ് കിട്ടുന്നത്? ഫൈൻഡ് ഹിസ് ടോട്ടൽ പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് 65.75, 78.57, 23%, 42%. ഇവിടെ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി, നമുക്ക് എന്താണ് കിട്ടുന്നത്, ആ ഒരു രീതിയിൽ തന്നെ നോക്കാം. കയ്യിൽ നിന്ന് പോയതും കോസ്റ്റ് പ്രൈസ് എഴുതാം, കിട്ടാൻ പോണതിനെ സെല്ലിംഗ് പ്രൈസ് എഴുതാം. A shopkeeper sells an item at a profit of 25%. 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 4/1 ലാഭം. 4 രൂപയ്ക്ക് വാങ്ങിയിട്ട് 1 രൂപ ലാഭം എടുക്കുന്നു. 4 രൂപയ്ക്ക് വാങ്ങിയിട്ട് 5 രൂപയ്ക്ക് വിൽക്കുന്നു. ഒരു സാധനം 4 രൂപയ്ക്ക് വാങ്ങുമ്പോൾ കയ്യിൽ നിന്ന് പോണത് 4 അത് വിൽക്കുമ്പോൾ കയ്യിലോട്ട് കിട്ടുന്നത് 5. സോ 4:5 ആണ് അവിടെ കയ്യിൽ നിന്ന് പോയതും കിട്ടിയതും നമ്മളെ റേഷ്യോ. ക്ലിയർ ആണോ? 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1/4 പ്രോഫിറ്റ്. 4-ന് 1 രൂപ പ്രോഫിറ്റ്. അപ്പൊ 4 രൂപ കയ്യിൽ നിന്ന് പോകുമ്പോൾ 5 കിട്ടും. മൊത്തത്തിൽ 4 പോകുന്നു, 5 കിട്ടുന്നു. ഓക്കെ, അപ്പൊ 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 രൂപ പോകുമ്പോൾ 5 രൂപ കിട്ടും. ഓക്കെ, ഈ പെർസെന്റേജിന്റെ ഫ്രാക്ഷൻ വാല്യൂസ് കാണാതെ പഠിച്ചു വെച്ചിരുന്ന നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പോലെ. ഇനി വെയിറ്റിന്റെ കേസ് എങ്ങനെയാ? 30% ലെസ് വെയിറ്റ് ആണ്. ആക്ച്വൽ വെയിറ്റിനേക്കാൾ 30% കുറച്ചാണ് കൊടുക്കുന്നത്. 30% ലെസ് എന്ന് പറഞ്ഞാൽ 10-3 കുറവ്. 10-3 കുറവ്. 10 കൊടുക്കേണ്ടതിന് പകരം 3 കുറച്ചാ കൊടുക്കുന്നത്. അപ്പൊ എത്ര കൊടുക്കുന്നത്? 10 കൊടുക്കേണ്ടതിന് പകരം 7 കൊടുക്കുന്നുള്ളൂ അല്ലെ? 10 കൊടുക്കേണ്ടതിന് പകരം 7 കൊടുക്കുന്നുള്ളൂ. അപ്പൊ 7 കിലോഗ്രാം കയ്യിൽ നിന്ന് പോവും. പക്ഷെ അവര് ക്യാഷ് മേടിക്കുന്ന 10 കിലോഗ്രാമിന്റെ. മനസ്സിലായോ? 30% എന്ന് പറഞ്ഞാൽ 3/10 ആണ്. 10-3 ലോസ് ആകുന്നു. 3 കുറച്ചാണ് കൊടുക്കുന്നത്. 10-3 കുറച്ച് കൊടുക്കുന്നത് 7 കൊടുക്കുന്നുള്ളൂ. അപ്പൊ 7 എന്ന് പറഞ്ഞ സാധനം പോകുമ്പോൾ 10 ആണ് വരുന്നത്. കൊടുക്കുന്നത് 7 ആണ്, പക്ഷെ പറയുന്നത് 10 ആണെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് അല്ലെ? അപ്പൊ അവിടെയും നമുക്ക് ആ റേഷ്യോ കിട്ടി. നമുക്ക് ആ റേഷ്യോ കമ്പൈൻ ചെയ്യുമ്പോൾ 28:50 എന്ന് വരും. 28:50 എന്ന് വരും. ദാറ്റ് ഈസ് 28-ല് 22 പ്രോഫിറ്റ്. 28-ല് 22 പ്രോഫിറ്റ്. 28-22 എന്ന് പറയുമ്പോൾ എത്ര വരും? 11/14 വരും. 11/14 എന്ന് പറയുമ്പോൾ ഏകദേശം 78.57%. 11/14 into 100 തന്നെ ചെയ്യണം, അല്ലെങ്കിൽ by 7 ഒക്കെ ചെയ്യണം. 1/14 പഠിച്ചിട്ടുള്ളവർക്ക് into 11 ചെയ്ത് ചെയ്യാം. സോ 11/14 എന്ന് പറഞ്ഞാൽ 78.57%. ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ ടൈം പോകുന്നത് കേട്ടോ. അത് മാക്സിമം പഠിച്ചു വെക്കാം. പെർസെന്റേജിന്റെ ക്ലാസ് കഴിഞ്ഞതാണ്, നമ്മൾ റിവിഷൻ ചെയ്യുന്നതാണ്. അതിനകത്തൊക്കെ ഞാൻ പറയുന്നുണ്ട് പെർസെന്റേജിന്റെ ഫ്രാക്ഷൻ വാല്യൂ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പ്രോബ്ലംസ് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതൊക്കെ പെർസെന്റേജ് ഫ്രാക്ഷൻ വാല്യൂസ് ഒക്കെ ബൈ ഹാർട്ട് ആയിരിക്കണേ. ഇനി 1/7 സീരീസ് ഒക്കെ ഞാൻ ആ ഒരു ക്ലാസ്സിലും പറഞ്ഞായിരുന്നു. 1/7 എന്ന് പറയുമ്പോൾ 14.28% ആണ്. അത് പഠിക്കാനുള്ള എളുപ്പവഴിയൊക്കെ പറഞ്ഞു. 14, 28, 57 എഴുതിയിട്ട് 14.28%, 28.57%. അടുത്ത 3/7 എന്ന് പറയുമ്പോൾ 42.85, 4/7 എന്ന് പറയുമ്പോൾ 57. അടുത്തത് 70 റേഞ്ച് ആയിരുന്നു. ആ 70 റേഞ്ച് വരും ഈ ഒരു സാധനം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കും. കാരണം 11/14 എന്ന് പറയുമ്പോൾ ഏകദേശം 5.5/7 ആണ്. അപ്പൊ 5/7 തന്നെ 71.42. അപ്പം അതിനേക്കാൾ കുറച്ചുകൂടി 70യേക്കാൾ എബോവ് ആൻസർ കിട്ടും. നമുക്ക് ഈസി ആയിട്ട് ഗസ് ചെയ്യാം. ചെയ്ത് നോക്കാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, 1/7 പോണത് 1/14 അറിയാവുന്നവർക്ക് അത് ഈസിയാണ്. പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കേണ്ട, പെട്ടെന്ന് 78.57 എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് ഇപ്പം വിജയദശമിയുടെ ഓഫർ ഒക്കെ ഉണ്ട്. ഓൺലൈൻ കോഴ്സിനകത്താണെങ്കിലും നമുക്ക് ഓഫറുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. ഓക്കെ, RRB ഗ്രൂപ്പ് ഡി ആണെങ്കിലും NTPCയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. NTPCയുടെ ബാച്ചസ് ഉണ്ട്. അപ്പം ഒരുപാട് ഓൺലൈൻ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. മാക്സിമം എല്ലാം യൂസ് ചെയ്യുക. യൂട്യൂബ് വീഡിയോസ് കണ്ടൊക്കെ പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
Venkat bought a second-hand scooter and spent 10% of the cost on its repair. He sold the scooter for a profit of 2,200. How much did he spend on repairs if he made a profit of 20%? Options 1,200, 750, 1,400. കിട്ടുന്നവരൊക്കെ ആൻസർ കമന്റ് ചെയ്തോളാം കേട്ടോ. കിട്ടുന്നവർ പെട്ടെന്ന് ആൻസർ കമന്റ് ചെയ്തോളാം. എന്താണ് ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ വെങ്കട് ഒരു സ്കൂട്ടർ വാങ്ങിയിട്ട് അതിന്റെ 10% റിപ്പയറിന് യൂസ് ചെയ്തു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 100 രൂപയ്ക്ക് വെങ്കട് ഒരു സ്കൂട്ടർ വാങ്ങി. 100 രൂപയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങി, അതിന്റെ 10% വെച്ചാൽ 10 രൂപ റിപ്പയറിന് യൂസ് ആയി. മനസ്സിലായോ? 100 രൂപയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങിയെങ്കിൽ 10 രൂപ റിപ്പയറിന് വേണ്ടിയാണ് യൂസ് ചെയ്തത്. ഇനി അപ്പൊ അയാൾക്ക് CP എത്രയായി? മൊത്തത്തിൽ 100 രൂപ വാങ്ങിയെങ്കിലും 10 രൂപ റിപ്പയറിനും കൂടെ ആയപ്പോൾ 110 രൂപ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അല്ലെ. ഒരു സാധനം വാങ്ങിയിട്ട് അതിനൊരു റിപ്പയർ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കാശാണ്. കയ്യിൽ നിന്ന് പോകുന്ന കാശിനെയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെ. വെങ്കട്ട് 100 രൂപയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ റിപ്പയറിന് 10 രൂപ ആയിട്ടുണ്ടെങ്കിൽ 110 രൂപയാണ് അയാളുടെ CP. ഓക്കെ ആണല്ലോ. പക്ഷെ അയാൾക്ക് കിട്ടിയ പ്രോഫിറ്റ് പറയുന്നുണ്ട് പ്രോഫിറ്റ് 20%. എന്തായാലും വിറ്റത് 20% ലാഭം എടുത്തിട്ട്. 20% ലാഭം എടുത്തെന്ന് പറയുമ്പോഴത്തേക്കും 110 രൂപയുടെ 120/100, 110ന്റെ ലാഭം കൂടെ കഴിഞ്ഞ് 120/100 ചെയ്ത സെല്ലിംഗ് പ്രൈസ് 110 into 120/100. സോ 20 ക്യാൻസൽ ചെയ്ത 132 അല്ലെ. 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമാണ്. 11 into 12 ആണെങ്കിൽ 1 എഴുതി 2 എഴുതി ആഡ് ചെയ്ത് നടുക്ക് എഴുതിയാൽ മതി 132. അപ്പൊ 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് 10 രൂപ റിപ്പയർ കഴിഞ്ഞ് 110 രൂപ കയ്യിൽ നിന്നായ സാധനം വിറ്റത് 132 രൂപയ്ക്കാണ്. മനസ്സിലായോ? ഈ സോൾഡ് സ്കൂട്ടർ അറ്റ് പ്രോഫിറ്റ് ഓഫ് 2,200. അപ്പൊ പ്രോഫിറ്റ് എത്ര വരും? 110 രൂപയുടെ സാധനം 132 രൂപയ്ക്ക് വിറ്റെങ്കിൽ 22 രൂപയല്ലേ പ്രോഫിറ്റ്? ആ പ്രോഫിറ്റ് ആണ് പറഞ്ഞേക്കുന്നത് 2,200 ആണെന്ന്. 22 അല്ല, 2,200 ആണ്. ഓക്കെ. അപ്പൊ റിപ്പയർ 10 അല്ല, ഇവിടെ ഇൻറ്റു 100 ആയതുകൊണ്ട് ഇവിടെ ഇൻറ്റു 100 ചെയ്താൽ മതി. സോ ആൻസർ 1000. ഒന്നുകൂടെ പറയാം, ഈ ഒരു പ്രോസസ് അതേപോലെ അങ്ങ് പോയാൽ മതി. ആദ്യം എന്ത് ചെയ്തു, പിന്നെ എന്തൊക്കെ ചെലവായി. ഒരാള് 100 രൂപയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങിയിട്ട് അതിന്റെ 10% റിപ്പയറിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അത് വാങ്ങിച്ചത് 110 രൂപയ്ക്കാണെന്ന് പറയാം. മനസ്സിലായോ? 110 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം അയാൾ 20% ലാഭത്തിന് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ 110ന്റെ 120%-ത്തിനാണ് വിൽക്കുന്നത് അല്ലെ. ദാറ്റ് ഈസ് 20 കട്ട് ചെയ്ത് 132 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് 132. വാങ്ങിയത് 130-ന്, വിറ്റത് 132-ന്. അപ്പൊ പ്രോഫിറ്റ് എത്ര വരും? ഈ കണക്കനുസരിച്ച് 22. പക്ഷെ ശരിക്കുള്ള പ്രോഫിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. 22ന്റെ ഒറിജിനൽ വാല്യൂ 2,200 ആണ്. അതായത് 22 into 100. സോ ഇവിടെ ഇൻറ്റു 100 ചെയ്തതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഇപ്പൊ കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ 110നെ ഇൻറ്റു 100 ചെയ്യണം. സെല്ലിംഗ് പ്രൈസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ 132നെ ഇൻറ്റു 100 കണ്ടുപിടിക്കണം. നമുക്ക് വേണ്ടത് റിപ്പയർ ചെയ്യാൻ ഉപയോഗിച്ചതാ. റിപ്പയർ ചെയ്യാൻ ഉപയോഗിച്ചത് 10 രൂപയാണെന്ന റേഷ്യോയില്. അപ്പൊ അതിനെ ഇൻറ്റു 100 ചെയ്ത് അതിന്റെ ഒറിജിനൽ കിട്ടും 1000. 1000 രൂപയാണ് റിപ്പയറിന് യൂസ് ചെയ്തത്. അതായത് 10,000 രൂപയുടെ സ്കൂട്ടർ ആയിരുന്നു അല്ലെ. എന്നിട്ട് 1000 രൂപ റിപ്പയറിനും കൂടെ 11,000 രൂപയ്ക്കാണ് വാങ്ങിയത്. എന്നിട്ട് 13,200 രൂപയ്ക്കാണ് വിറ്റത്. അപ്പൊ 2,200 രൂപ ലാഭം കിട്ടി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ RRB ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മള്. അപ്പൊ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈവ് സെക്ഷൻസും കൂടെ ചേർന്നതാണ്. നമുക്ക് ബേസിക് ക്ലാസ്സുകളുടെ സെക്ഷൻസ് ഉണ്ട്, അതുപോലെ ലൈവ് സെക്ഷൻസ് ഉണ്ട്, ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെക്ഷൻസ് ഉണ്ട്. സോ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. 7012615506 നമ്പറിൽ കോൾ ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് കോൾ ചെയ്ത് നോക്കുക കേട്ടോ. കോൾ ചെയ്യേണ്ട നമ്പർ 7012615062. അപ്പൊ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സിനെ പറ്റി, ഓഫ്ലൈൻ കോഴ്സിനെ പറ്റി എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും ഇതുവഴി ചോദിക്കാവുന്നതാണ്. നമ്മുടെ ക്രാഷ് കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പം ഓഫറൊക്കെ ഉണ്ട് കേട്ടോ, വിജയദശമിയുടെ ഓഫറൊക്കെ ഉണ്ട്. മാക്സിമം യൂസ് ചെയ്യുക. ഇനി ഓഫ്ലൈൻ കോഴ്സിന്റെ ക്ലാസ്സിനെ പറ്റി അറിയാനായിട്ടാണെങ്കിൽ കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ബ്രാഞ്ചസ് ആണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഓരോ ബ്രാഞ്ചിലും ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ വിളിച്ച് നിങ്ങൾ ചോദിച്ചാൽ മതി. നമുക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് പറ്റും. സോ കോൺടാക്ട് ചെയ്യാം.
അടുത്ത ക്വസ്റ്റ്യൻ. A shopkeeper uses a weight 950 gram instead of 1 kg and sells the article at the mark price, which is 15% above the cost price. What is his profit percentage? നേരത്തെ പോലെ തന്നെ കയ്യിൽ നിന്ന് എന്ത് പോയി പിന്നെ എന്ത് കിട്ടി അതിനെ വെച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെ, നമുക്ക് എത്ര രൂപ കയ്യിൽ നിന്ന് പോയി പകരം നമുക്ക് എത്ര രൂപ കിട്ടി, ആ ഒരു റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് പെർസെന്റേജ് കിട്ടും. അപ്പൊ നമുക്ക് CPSP എഴുതി വെക്കാം. ഇനി ക്വസ്റ്റ്യൻ നോക്കേ. എ ഷോപ്പ് കീപ്പർ യൂസസ് എ വെയിറ്റ് 950 gram ഇൻസ്റ്റെഡ് ഓഫ് 1 kg. 1 kg പകരം 950 gram ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അയാൾ കൊടുക്കുന്നത് 950 gram ആണ്, പക്ഷെ ക്യാഷ് 1 kg തന്നെ കിട്ടും. അപ്പൊ കൊടുക്കുമ്പോ കയ്യിൽ നിന്ന് പോണത് 950 ആണ്, പക്ഷെ 1000 ആണ് കയ്യിലോട്ട് വരുന്നത് അല്ലെ. ഇനി പിന്നെന്താ പറഞ്ഞ, സെൽസ് ആർട്ടിക്കിൾസ് അറ്റ് ദ മാർക്ക് പ്രൈസ്. മാർക്ക് പ്രൈസിൽ തന്നെയാണ് സെല് ചെയ്തത്, which is 15% above the cost price. അതായത് 15% വില കൂട്ടിയിട്ടേക്കുക. അതായത് 100 രൂപയുടെ സാധനം 115 ആയിട്ടേക്കുന്നത് അല്ലെ. 100 രൂപയാണ് കയ്യിൽ നിന്ന് പോയെങ്കിൽ കിട്ടേണ്ടത് 115. ആ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. വില 100 രൂപ ആയിട്ടുള്ളൂ. അപ്പൊ 15 രൂപ വില എക്സ്ട്രാ ആയിട്ട് മാർക്ക് പ്രൈസ് സെറ്റ് ചെയ്തിട്ടേക്കോ അല്ലെ. അപ്പൊ കയ്യിൽ നിന്ന് പോയത് 100 രൂപയാണ്, പക്ഷെ വിറ്റ് കഴിയുമ്പോൾ 115 രൂപ കിട്ടും. അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ ആണ് കയ്യിൽ നിന്ന് പോയത്, ആ കിട്ടിയതിന്റെ കോമ്പിനേഷൻ ആണ് നമ്മുടെ പ്രോഫിറ്റ് പെർസെന്റേജ്. അപ്പൊ ഒന്ന് ചെറുതാക്കാം. 2 0 ഇവിടുന്നും 2 0, 3 0 ലെഫ്റ്റ് സൈഡിലുണ്ട് അല്ലെ, 3 0 റൈറ്റ് സൈഡിലുണ്ട്. കട്ട് ചെയ്തു. അപ്പൊ 95 115 ആണ്. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 1 into 5 5 45, 9 into 5 45. ഇവിടെ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 23. അപ്പൊ 19 രൂപ കയ്യിൽ നിന്ന് പോയപ്പം 23 രൂപ കിട്ടി. അപ്പൊ ലാഭം എത്ര? 19ൽ 4. സോ 4 out of 19 into 100. അപ്പൊ 400 by 19 ചെയ്താൽ മതി. അപ്പൊ 22 ആവുമ്പോഴത്തേക്കും 38, പിന്നെ 20, 21, 19, വീണ്ടും 1. സോ 21 1 by 19% എന്ന് വരും. 21 1 by 19%. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ആ ഒരു ട്രിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 15 articles are sold at the total cost price of 20 articles. The gain or loss percentage is 15 ആർട്ടിക്കിൾ വിറ്റതും 20 ആർട്ടിക്കിൾ വാങ്ങിയതുമായ വിലകൾ ഈക്വൽ ആണ്. മനസ്സിലായോ? 15 ആർട്ടിക്കിൾ വിറ്റ വിലയും 20 ആർട്ടിക്കിൾ വാങ്ങിയ വിലയും ഈക്വൽ ആണ്. അപ്പൊ 20 ആർട്ടിക്കിൾ വാങ്ങിയ വില എന്ന് പറയുമ്പോൾ 20 CP, 20 എണ്ണത്തിന്റെ CP. അതെന്ന് പറയുന്നത് 15 എണ്ണത്തിന്റെ SPക്ക് ഈക്വൽ ആണ്. 15 എണ്ണം വിറ്റ വില 20 എണ്ണം വാങ്ങിയ വിലക്ക് ഈക്വൽ ആണ്. സോ CP by SP എന്ന് വരും 15 by 20. ചെറുതാക്കുമ്പോ 5 കൊണ്ട് കട്ട് ചെയ്താൽ 3, 5 കൊണ്ട് കട്ട് ചെയ്താൽ 4. അപ്പൊ 3 രൂപയ്ക്ക് വാങ്ങിയിട്ട് 4 രൂപയ്ക്ക് വിറ്റു. എത്ര ലാഭം? 1 രൂപ. 3 രൂപയ്ക്ക് വാങ്ങിയിട്ട് 4 രൂപയ്ക്ക് വിറ്റാൽ 3ൽ 1 രൂപ ലാഭം കിട്ടി. 3ൽ 1 എന്ന് പറഞ്ഞാൽ 33 1/3%. സോ ആൻസർ 33 1/3% ഗെയിൻ ആണ് കേട്ടോ. 3 രൂപയ്ക്ക് വാങ്ങിയിട്ട് 4 രൂപയ്ക്കാണ് വിറ്റേക്കുന്നത്. സോ 33 1/3% ഗെയിൻ ആണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 kilogram of apples and 4 kilogram of oranges cost rupees 210, and 5 kilograms of apples and 2 kilograms of oranges cost rupees 175. Find the cost of 1 kg of apples. 3 kg ആപ്പിളും 4 kg ഓറഞ്ചും കൂടെ ചേർത്ത് 210 രൂപ. 5 kg ആപ്പിളും 2 kg ഓറഞ്ചും കൂടെ ചേർത്ത് 175. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് 1 kg ആപ്പിൾ. 1 കിലോഗ്രാം ആപ്പിളിന്റെ വില എത്ര? അപ്പൊ ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, അതിന്റെ എല്ലാം കോസ്റ്റും തന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ഒരു റേഷ്യോ പോലെ എഴുതാം. 3 കിലോഗ്രാം ആപ്പിളും 4 കിലോഗ്രാം ഓറഞ്ചും കൂടെ ചേർന്നാൽ 210 രൂപയാവും. 3 കിലോഗ്രാം ആപ്പിളും 4 കിലോഗ്രാം ഓറഞ്ചും കൂടെ ചേർന്നാൽ 210 രൂപയാവും. ഇനി 5 കിലോഗ്രാം ആപ്പിളും 2 കിലോഗ്രാം ഓറഞ്ചും കൂടെ ചേർന്നാൽ 175 175 രൂപയെ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചത്? നമുക്ക്
ആപ്പിളിന്റെ മാത്രം വിലയാണ് വേണം, 1 കിലോഗ്രാം ആപ്പിളിന്റെ വില വേണം. അപ്പൊ ഓറഞ്ചിന്റെ ടേം അങ്ങ് 0 ആക്കി. ഇവിടെ 2 കുറഞ്ഞു, ഇവിടെ 2 കുറഞ്ഞപ്പോ ഇവിടെ 2 കൂടി. ശരിയല്ലേ സംഭവിച്ചത്? അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഒന്നും കൂടെ 2 കുറയ്ക്കാം. 4 2 വെച്ചാൽ 2 കുറഞ്ഞു. സോ വീണ്ടും ഒരു 2 കുറയ്ക്കുമ്പോൾ 0 വരും. അപ്പൊ ഓറഞ്ചിന്റെ ടേം ഞാൻ 0 ആക്കി. ഓക്കെ, ഇവിടെ 2 കുറഞ്ഞു 2 ഇവിടെ ഒന്നും കൂടെ 2 കുറച്ചു. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. 4 2 ആയി, അതായത് 2 കുറഞ്ഞു. 2 ഒരു പ്രാവശ്യം 2 കുറഞ്ഞാൽ 0 ആവത്തില്ലേ? അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇതേ പ്രോസസ് ചെയ്തു. അതായത് 4 2 ആവുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ 2 കുറച്ചു. ഇവിടെ 2 കുറയുമ്പോൾ ഇവിടെ 2 എന്ത് ചെയ്യും? കൂടും. സോ ഇവിടെ എത്രയായി? 7 ആയി. ഇവിടെ 2 കൂടുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രാവശ്യം കൂടെ 2 കൂട്ടി, ഇവിടെ ഒരു പ്രാവശ്യം കൂടെ 2 കുറച്ചു. ഇവിടെ എന്താ സംഭവിച്ചേ? 175 എന്നായപ്പോഴത്തേക്കും എത്ര കുറഞ്ഞു? 35 കുറഞ്ഞു, 35 കുറഞ്ഞു. അപ്പൊ ഇവിടെ 2 കുറഞ്ഞപ്പോ ഇവിടെ 35 കുറഞ്ഞു, ഇവിടെ 2 കൂടി. അപ്പൊ ഇവിടെ ഒന്നുകൂടെ 2 കുറയുമ്പോൾ ഇവിടെ വീണ്ടും 35 കുറയും, ഇവിടെ 2 കൂടും. സോ 35 കുറയുമ്പോൾ 140 ആവും. അപ്പൊ നമുക്ക് 7 കിലോ ആപ്പിളിനല്ലേ 140 രൂപ. 7 കിലോ ആപ്പിളും 0 ഓറഞ്ചും കൂടെ ചേർത്ത് 140 രൂപ. അപ്പൊ 1 കിലോ ആപ്പിളിന്റെ വില 140/7 20 രൂപ. മനസ്സിലായോ? ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതേ പ്രോസസ് റിപ്പീറ്റ് അടിച്ച് കൊണ്ടുപോയാൽ മതി. അപ്പൊ ആപ്പിളിനെ 0 ആക്കണ്ടെങ്കിൽ ആപ്പിളിന്റെ അത് കുറച്ച് വരണം. 5 3 ആയി, അടുത്ത 3 2 ആവും. ആ ഒരു പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് 0 ആക്കി ഈ പ്രോബ്ലം ചെയ്യാം. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. അത് പ്രാക്ടീസ് ചെയ്ത് ഭയങ്കര ഈസി ആയിട്ടുള്ള മെത്തേഡാണിത്. ഒന്നുകൂടെ പറയണോ? ആപ്പിൾ, ഓറഞ്ച്, ടോസ്റ്റ്. 3 ആപ്പിളും 4 ഓറഞ്ചും 210 ആയിരുന്നു. 5 ആപ്പിളും 2 ഓറഞ്ചും 175 ആയിരുന്നു. ഇവിടെ 2 ആപ്പിൾ കൂടി, ഇവിടെ 2 ആപ്പിൾ കുറഞ്ഞു. ഓക്കെ, ഇവിടെ 35 രൂപ കുറഞ്ഞു. ഈ പ്രോസസ് ഒന്നുകൂടെ സംഭവിച്ച എന്ത് ചെയ്യും? അതായത് ഇവിടെ 2 കുറയണം, ഇവിടെ 2 കൂടണം, ഇവിടെ 35 കുറയണം. ഒരു പ്രാവശ്യം ഇത് ഈ സെയിം സാധനം. അപ്പൊ ഇവിടെ എത്രയാവും? 5ന്റെ കൂടെ 2 കൂടിയ 7. ഇവിടെ 2ന്ന് 2 പോയ 0. ഇവിടെ 175 35 140. അതായത് 7 ആപ്പിളിന് 140 രൂപ. അപ്പൊ 1 ആപ്പിളിന് 1 കിലോ ആപ്പിളിന് 20 രൂപ. സിംപ്ലി ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഒന്ന് പ്രാക്ടീസ് ചെയ്യണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A dealer sold his good at a discount of 20%, but set the mark price of each article 30% above the cost price. His gain percentage is. ഒരു ഡീലർ ഡിസ്കൗണ്ട് 30% കുറയ്ക്കുന്നുണ്ട്, 20% ഡിസ്കൗണ്ട് കുറയ്ക്കുന്നുണ്ട്. പക്ഷെ മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത്, ഓരോ ആർട്ടിക്കിളിന്റെയും മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത് 30% കൂട്ടിയിട്ടേക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഇക്വേഷൻ? CPP is equal to MPD. CPP is equal to MPD. അതവിടെ നിൽക്കട്ടെ. CPP is equal to MPD വെച്ചും ഈ പ്രോബ്ലം ചെയ്യാം. അപ്പൊ നമ്മള് ഇതുവരെ ചെയ്തത് കയ്യിൽ നിന്ന് പോയത് കിട്ടിയത് ആ ഒരു റൂട്ടും ചെയ്യാം. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. CP എന്ന് എഴുതാം, SP എന്ന് എഴുതാം. കയ്യിൽ നിന്ന് പോയതും കിട്ടിയത്. A dealer sold his goods at a discount of 20%. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയ സാധനം. 100 രൂപയുടെ ഒരു സാധനത്തിന് 20% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ 80 രൂപയെ നമുക്ക് കിട്ടുന്നുള്ളൂ, അല്ലെ? 100 രൂപയുടെ സാധനത്തിന് 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ സാധനത്തിന് നമുക്ക് എന്തേ കിട്ടുന്നുള്ളൂ? 80 കയ്യിൽ കിട്ടുന്നുള്ളൂ. അപ്പൊ 100 രൂപ പോകുമ്പോ 80 രൂപ കിട്ടുന്ന അവസ്ഥയാണ് 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ. 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 80 രൂപയ്ക്ക് വിൽക്കുന്ന അവസ്ഥയാണ് 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ഇനി മാർക്ക് പ്രൈസ് കൂട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? 100 രൂപ വിലയുള്ള ഒരു സാധനത്തിന് 130 രൂപ വിലയിടും, അല്ലെ? മാർക്ക് പ്രൈസ് 30% കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂട്ടി വെച്ചു. അതായത് 100 രൂപ വിലയുള്ള ഒരു സാധനം നമ്മൾ വില ഇട്ടേക്കുന്നത് 130.
അപ്പൊ കയ്യിൽ നിന്ന് പോകുന്നത് 100 ആണെങ്കിൽ കിട്ടുന്നത് 130 ആയിരിക്കും. കയ്യിൽ നിന്ന് പോണത് 100 ആണെങ്കിൽ കിട്ടുന്നത് 130 ആയിരിക്കും. ഒരു 0 ഇവിടെ കട്ട് ചെയ്തു, ഒരു 0 ഇവിടെ കട്ട് ചെയ്തു, ഒരു 0 ഇവിടെ കട്ട് ചെയ്തു, ഒരു 0 ഇവിടെ കട്ട് ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 into 10 100, 13 into 8 8 into 3 24 into 800. അപ്പൊ 100 രൂപ കയ്യിൽ നിന്ന് പോകുമ്പോൾ 104 രൂപ കിട്ടും. അതായത് 100-നകത്ത് നിന്ന് 4 രൂപ എക്സ്ട്രാ കിട്ടുന്നുണ്ട് അല്ലെ. 100-നകത്ത് നിന്ന് 4 രൂപ എക്സ്ട്രാ കിട്ടുന്നതെന്ന് വെച്ചാൽ 4% ആണ് പ്രോഫിറ്റ്. പെർസെന്റേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെ പെർസെന്റേജ് ഗെയിൻ എന്ന് പറയുന്നത് 4%. 100 ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഡിഫറൻസ് എടുത്താൽ മതിയല്ലോ. 100 രൂപയ്ക്കകത്ത് 104 രൂപ കിട്ടിയെന്ന് വെച്ചാൽ 4 രൂപയാണ് അധികം കിട്ടിയത്, അതാണ് പ്രോഫിറ്റ്. 100 രൂപ കയ്യിൽ നിന്ന് പോയപ്പോൾ 104 രൂപ കിട്ടിയെന്ന് വെച്ചാൽ 100-ന് 4 rupees കിട്ടി. സോ 4% പ്രോഫിറ്റ്. ക്ലിയർ ആണല്ലോ അത്? ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The mark price of an article is ₹150. A shopkeeper offers a discount of 20% on the purchase of the article. Thereby, he makes a profit of 25%. The cost price of the article is option A 72, option B 96, option C 144, option D 120. മാർക്ക് പ്രൈസ് 150 ആയിരുന്നു. മാർക്ക് പ്രൈസ് 150 ആയിരുന്നു. ഷോപ്പ് കീപ്പർ കൊടുത്ത ഡിസ്കൗണ്ട് 20% ആയിരുന്നു. കിട്ടിയ പ്രോഫിറ്റ് 25% ആയിരുന്നു. ഇവിടെ മാർക്ക് പ്രൈസ് ക്യാഷ് ആയിട്ട് തന്നിരിക്കുന്നത് കൊണ്ട് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് CPP = MPD ആയിരിക്കും നല്ലത്. CPP = MPD വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ഒരേ സമയം കോസ്റ്റ് പ്രൈസിനെയും മാർക്ക് പ്രൈസിനെയും കണക്ട് ചെയ്യണമെങ്കിൽ CPP = MPD നല്ലത്. കാരണം പ്രോഫിറ്റും ഗിവൺ ആണ്, ഡിസ്കൗണ്ടും ഗിവൺ ആണ്. പ്രോഫിറ്റും ഗിവൺ ആണ്, ഡിസ്കൗണ്ടും ഗിവൺ ആണ്. അപ്പൊ CPP = MPD ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രൈസ് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. കോസ്റ്റ് പ്രൈസ് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 25%. പ്രോഫിറ്റ് എപ്പോഴും 100-ന്റെ കൂടെ ആഡ് ചെയ്ത് എഴുതണം. പ്രോഫിറ്റ് എപ്പോഴും 100-ന്റെ കൂടെ ആഡ് ചെയ്ത് എഴുതണം. സോ പിക്ക് പകരം 125 എന്ന് എഴുതാം. സോ CPP-യില് കോസ്റ്റ് പ്രൈസ് അറിയില്ല, P 125 ആണ്. ഇനി മാർക്ക് പ്രൈസ് എത്രയാണ്? 150 ആണ് അല്ലെ. മാർക്ക് പ്രൈസ് തന്നിട്ടുണ്ട് 150 ആണ്. ഒരു ആർട്ടിക്കിളിന്റെ മാർക്ക് പ്രൈസ് 150 ആണെന്നാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഡിസ്കൗണ്ട് 20% ഡിസ്കൗണ്ട്, അത് ഗിവൺ ഡേറ്റ. പക്ഷെ എഴുതുമ്പോൾ 20% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 100-ൽ നിന്ന് കുറച്ച് എഴുതണം. പ്രോഫിറ്റ് 25 100-ലൂടെ ആഡ് ചെയ്ത് എഴുതിയ പോലെ ഡിസ്കൗണ്ട് 20 എന്ന് പറയുന്നത് 100-ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് എഴുതണം. സോ 80. So CP = 150 into 80 by 125. 25 വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് ഒരു 5 25 ഉണ്ട്. ഇതിനകത്താണെങ്കിൽ 6 എണ്ണം ഉണ്ട്. സോ 480 by 5. So 9 4 45 3 36 96 ആണ് കോസ്റ്റ് പ്രൈസ്. അപ്പൊ CPP = MPD-യിൽ പ്രോഫിറ്റ് എഴുതുമ്പോൾ 100 ആഡ് ചെയ്തും ഡിസ്കൗണ്ട് എഴുതുമ്പോൾ 100-ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തും എഴുതാൻ ശ്രദ്ധിക്കാം. ഈ പ്രോഫിറ്റ് മാറി ലോസ് ആണെങ്കിൽ 100-ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് എഴുതണ്ട കേട്ടോ. അപ്പൊ CP-MP കണക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് CPP = MPD. സെറ്റ് ആണേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ആ ടൈപ്പ് പ്രോബ്ലംസ് അല്ല. അതായത് കോസ്റ്റ് പ്രൈസ് ഇത്ര പെർസെന്റേജ്, മാർക്ക് പ്രൈസിന്റെ ഇത്ര പെർസെന്റേജ് ആണ്, ഡിസ്കൗണ്ട് ഇത്ര പെർസെന്റേജ് ആണ്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഇത്ര പെർസെന്റേജ് ആണ്, ആ ടൈപ്പ് പ്രോബ്ലംസിലെല്ലാം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? CP-MP റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷൻ മതി. CPP = MPD. അടുത്ത ക്വസ്റ്റ്യൻ. If the manufacturer gains 12%, the wholesale dealer gains 15% and the retailer gains 20%, then find the cost of production of a table, the retail price of which is 15,456. ഒരു ടേബിള് മാനുഫാക്ചറർ 12% ലാഭം എടുത്തിട്ടാണ് ഹോൾസെയിൽ ഡീലറിന് കൊടുക്കുന്നത്. ഈ ഹോൾസെയിൽ ഡീലർ ആണെങ്കിൽ 15% ലാഭം എടുത്തിട്ടാണ് റീറ്റെയിലർക്കാർക്ക് കൊടുക്കുന്നത്. ഈ റീറ്റെയിലർ ആണെങ്കിൽ 20% ലാഭം എടുത്തിട്ടാണ് കൊടുക്കുന്നത്, വിൽക്കുന്നത്. അങ്ങനെയാണ് റീറ്റെയിൽ പ്രൈസ് 15,456 ആണ് ഒരു ടേബിളിന്റെ എങ്കിൽ കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എത്ര രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ടേബിൾ ആണ് എല്ലാവരും ഇങ്ങനെ ലാഭം എടുത്ത് അവസാനം 15,456 അവസാനിക്കുന്നത് അല്ലെ. ചിലപ്പോൾ ഒരു 12,000 രൂപയുടെ ടേബിൾ ആയിരിക്കും. ലാഭം എടുത്ത് അത് 15,456. അല്ലാതെ 20,000 രൂപയുടെ ടേബിൾ ലാഭം എടുത്ത് 15,456 ആവത്തില്ലല്ലോ.
അപ്പം ഒരു സാധനം വാങ്ങാൻ ഒരാൾ ചിലപ്പോൾ അതിന് 15,456 വിലയുണ്ട്. അപ്പൊ പ്രൊഡക്ഷൻ സമയത്ത് അത്രയും വില ആവത്തില്ലല്ലോ. സോ ഓപ്ഷൻ എ ഞാൻ ക്യാൻസൽ ചെയ്തു കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ ഓപ്ഷൻ എ ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പൊ ഒരു മാനുഫാക്ചറർ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ ടേബിൾ, ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഞാൻ CP എന്ന് കൊടുക്കുവാണേ. ഇതാണ് എന്റെ ടേബിളിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പം ഇപ്പൊ 100 രൂപ ആയെന്ന് വെച്ചോ. അപ്പൊ ഒരു മാനുഫാക്ചർ വിചാരിച്ചു 100 ആണെങ്കിൽ 112 രൂപയ്ക്ക് മറ്റേ കൊടുക്കാം അല്ലെ. 100 രൂപയ്ക്ക് അയാൾക്ക് ചെലവായുള്ളൂ. അയാൾ ഉണ്ടാക്കിയപ്പോൾ 100 രൂപ ചെലവായുള്ളൂ. പക്ഷെ അയാൾ എന്ത് ചെയ്യും? അയാൾക്കൊരു ലാഭം എടുക്കണ്ടേ? അയാൾ 12% ലാഭം എടുത്തിട്ടാണ് അടുത്ത ഹോൾസെയിൽ ഡീലറിനോട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ CP എന്ന് പറയുന്നത് അതിന്റെ 112/100 ആവും. ശരിയല്ലേ? CP എന്ന് പറയുന്നത് അതിന്റെ 112/100 ആവും. ഇതിനെയൊക്കെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. 12% എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാന്ന് എഴുതാം? 4/25 എന്ന് എഴുതാം. അങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഞാൻ അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതുന്നെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, 4/25 അല്ല 3/25, 3/25 അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 112/100 അങ്ങനെ എഴുതാം. ഓക്കെ, ഞാൻ ഇപ്പൊ 100 ഇട്ട് ചെയ്യുവാണ്, ശ്രദ്ധിച്ചു. അപ്പൊ ഒരു മാനുഫാക്ചറിന് CP rupees ആയെങ്കിൽ 100 രൂപ ആയെങ്കിൽ അതിന്റെ 112/100 എടുത്തിട്ടാണ് അയാൾ വിൽക്കുന്നത് അല്ലെ. ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ 112/100 രൂപയ്ക്കാണ് അയാൾ വിൽക്കുന്നത്. എന്നാലേ അയാൾക്ക് 100 രൂപയ്ക്ക് അകത്തുനിന്ന് 12 രൂപ വെച്ച് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 100ന് 12 വെച്ച് മനസ്സിലായി. 100 രൂപയുടെ സാധനം 112 രൂപ വെച്ചിട്ടാണ് അയാൾ വിൽക്കുന്നത്. ഇനി ഹോൾസെയിൽ ഡീലർ എന്ത് ചെയ്തു? അയാൾ വാങ്ങി, അയാൾ ഇത്രയും രൂപയ്ക്ക് വാങ്ങി. അയാളത് വാങ്ങിയിട്ട് എന്ത് ചെയ്യും? 15% ലാഭം എടുക്കും. അപ്പൊ പിന്നെയും വില കൂട്ടുവാണ്. വില കൂട്ടി 115/100 അയാൾ അത് കൊടുക്കുന്നത്. ആൻഡ് റീറ്റെയിലർ ഗെയിംസ് എന്ത് ചെയ്യും? അയാളൊരു 120/100 കൊടുക്കും. കണ്ടോ, എല്ലാരും വില കൂട്ടി അവസാനം എത്ര രൂപയായി? 15,456. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ടേബിൾ കിട്ടും. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇത് 28 വരും, ഇത് 25 വരും. 25 4s are 100, 25 8s are 28 4s are 100. ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇത് നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 20, ഇവിടെ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 23. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്ക് 20% ഗെയിൻ എന്ന് പറയുമ്പോൾ 5 20 100 6 20 120 ഇത്രയും കിട്ടും. ഇനി നമുക്ക് വീണ്ടും ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 7, ഇവിടെ 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 5 കഴിഞ്ഞല്ലോ. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് CP is equal to 15,456 into 25 into 25 by എന്ത് വരും? 7 into 23 into 6. ഇനി സിംപ്ലിഫിക്കേഷൻ ആണ്, കാൽക്കുലേഷൻ പോർഷൻ ആണ്. 7 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 into 7 14, റിമൈൻഡർ 1 14, 2 into 7 14, ബാലൻസ് 56 0, 8 into 7 56. ഇനി 6 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 3 into 6 18, ബാലൻസ് 4 40, 6 into 6 36, ബാലൻസ് 4 48, 8 into 6 48. അടുത്ത 23 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 1 into 23, ബാലൻസ് ഒരു 13 വരും, 138 വരും. 23 into എത്രയാ 138 വരുന്നത്? 6 വരും അല്ലെ. അപ്പൊ 16 വരും. ഓക്കെ, അപ്പൊ 16 into 25 into 25 into 25. 16 എന്ന് പറഞ്ഞാൽ 4 into 4 അല്ലേ. 25 into ഒരു 4 ചെയ്യുമ്പോൾ 100 ആയി. 25 into അടുത്ത 4 ചെയ്യുമ്പോൾ 100 ആയി. ഇപ്പൊ 200, 10,000. സോ ആൻസർ 10,000. കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുക കേട്ടോ. സിംപ്ലിഫിക്കേഷൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ആ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടിയാൽ മതി. സ്റ്റെപ്സ് അതായത് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ, പക്ഷെ സിംപ്ലിഫിക്കേഷൻ പാർട്ട് ഉണ്ട് ഈ ഒരു പ്രോബ്ലത്തിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ sold a shirt for ₹960 at a loss of 4%. He sells a sweater for ₹840 at a profit of 20%. Find his net profit or loss percentage.
ഇത് സെപ്പറേറ്റ് ചെയ്യണം. കാരണം ഇവിടെ കോസ്റ്റ് പ്രൈസ് ഈക്വൽ അല്ല, സെല്ലിംഗ് പ്രൈസ് ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം ഈ പ്രോബ്ലം. 4% ലോസ് അവിടെ നിന്ന് തുടങ്ങും. 4% ലോസ്. എ മാൻ സോൾഡ് എ ഷർട്ട് അറ്റ് ലോസ് ഓഫ് 4% എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് 96 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് അർത്ഥം അല്ലെ. 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് 96 രൂപയ്ക്ക് വിൽക്കുന്നതിനെയാണ് ലോസ് എന്ന് പറയുന്നത്. പക്ഷെ 96 അല്ലല്ലോ, 960 അല്ലേ. അപ്പൊ വാങ്ങിയത് 1000 രൂപയ്ക്കാണ്. ഓക്കെ, അപ്പൊ അയാൾക്ക് എത്ര രൂപയെ നഷ്ടം? 40 രൂപ നഷ്ടം. ഈ ഒരു കണക്കനുസരിച്ച് 40 രൂപ നഷ്ടം. അടുത്തൊരു സ്വെറ്ററിന്റെ കാര്യമാണ്. സ്വെറ്ററിന് എന്താ സംഭവിച്ചത്? 20% ലാഭത്തിനാണ്. 20% ലാഭം എന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് 120 രൂപയ്ക്കാണ് വെക്കുന്നത്. 120 into 7 ആണ് 840. അതായത് into 7. 700 രൂപയ്ക്ക് വാങ്ങിയിട്ടാണ് 840 രൂപയ്ക്ക് വിൽക്കുന്നത്. അപ്പൊ അവിടെ ലാഭം 140 രൂപ. ഇവിടെ ഒരു 40 രൂപ നഷ്ടം, ഇവിടെ ഒരു 140 രൂപ ലാഭം. അപ്പൊ 100 രൂപയാണ് ലാഭം. ഇവിടെ 40 പോയി, ഇവിടെ 140 കിട്ടി. അപ്പൊ മൊത്തത്തിൽ 100 കിട്ടിയുള്ളൂ. സോ പ്രോഫിറ്റ് ഓഫ് ₹100. പ്രോഫിറ്റ് ഓഫ് ₹100. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. By selling an article at a 7/12 of its actual selling price. ശരിക്കുള്ള സെല്ലിംഗ് പ്രൈസിന്റെ 7/12 ഒരാള് സാധനം വിറ്റു അല്ലെ. അപ്പോഴെന്ത് സംഭവിച്ചു? ഒരു 16% നഷ്ടം വന്നു. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ 80% വിറ്റാൽ എത്ര രൂപ ലാഭം കിട്ടും, അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ലാഭം കിട്ടും എന്നാണ് ചോദ്യം. ചോദ്യം ശ്രദ്ധിക്കണേ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. സെല്ലിംഗ് പ്രൈസിന്റെ 7/12 വിറ്റപ്പോൾ നഷ്ടമായി. സെല്ലിംഗ് പ്രൈസിന്റെ 80% വിറ്റ് കഴിഞ്ഞാൽ ലാഭമാണോ നഷ്ടമാണോ, എത്ര ശതമാനം? ഓഫ് ഇറ്റ് സെല്ലിംഗ് പ്രൈസിന് വിറ്റപ്പോൾ 16% നഷ്ടമാണെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ 80% കൊടുക്കുവാണെങ്കിൽ എത്ര രൂപ ലാഭം? അതായത് 60%, 16% നഷ്ടം എന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയിട്ട് 84 രൂപയ്ക്ക് വിൽക്കുന്നു എന്നാ പറയുന്നത് അല്ലെ. 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയിട്ട് 84 രൂപയ്ക്ക് വിൽക്കുന്നു. ഈ 84 എന്ന് പറയുന്ന ശരിക്കുള്ള സെല്ലിംഗ് പ്രൈസിന്റെ 7/12 ആണ്. ശരിക്കുള്ള സെല്ലിംഗ് പ്രൈസിന്റെ 7/12 ആണ് 84 എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ സെല്ലിംഗ് പ്രൈസിന്റെ 80% വിറ്റാൽ എത്ര ലാഭം? നമ്മൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ് തോന്നി ഈ പ്രോബ്ലം നല്ലത്. 100ഉം 84നെയും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 16%. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 4 കൊണ്ട് കെട്ടിയത് 25 രൂപയ്ക്ക് വാങ്ങിയിട്ട് ഇവിടെ 4 കൊണ്ട് കെട്ടിയത് 21. അപ്പൊ 25 രൂപയ്ക്ക് വാങ്ങിയിട്ട് 21 രൂപയ്ക്കാണ് വെക്കുന്നത്. അത് സെല്ലിംഗ് പ്രൈസിന്റെ 7/12 ആണ് 21. സോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 21 into 12/7. ദാറ്റ് ഈസ് 36. 36 ആണ് ശരിക്കുള്ള സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പൊ 36 രൂപ സെല്ലിംഗ് പ്രൈസ് ഉള്ള ഒരു സാധനമാണ് എന്ത് ചെയ്തത്? 21 രൂപയ്ക്ക് വിറ്റത്. അപ്പൊ എത്ര ശതമാനം നഷ്ടം? 16% നഷ്ടം. ഇനി 36ന്റെ 80%, 36ന്റെ 80% എന്ന് പറഞ്ഞാൽ 80% എന്ന് പറയുമ്പോ എത്ര വരും? 2 കൊണ്ട് കെട്ടിയുമ്പോ 4, 5. 36 into 4, 144. 144/5, 28 28.8 എന്ന് വരും അല്ലെ. ശരിയല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അതായത് ഒരു സാധനം വാങ്ങിയിട്ട് അത് വിൽക്കുന്നത് 16% നഷ്ടത്തിലാന്ന് വെച്ചാൽ 25 രൂപയ്ക്ക് വാങ്ങിയിട്ട് 21 രൂപയ്ക്ക് വിൽക്കുന്നു എന്നാണ് അർത്ഥം. 25 രൂപയ്ക്ക് വാങ്ങി 21 രൂപയ്ക്ക് വിൽക്കുന്നതിനെയാണ് 16% നഷ്ടം എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു ഡേറ്റ നമ്മൾ ആദ്യം യൂസ് ചെയ്ത് 16% നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 രൂപയ്ക്ക് വാങ്ങിയിട്ട് 21 രൂപയ്ക്ക് വിൽക്കുന്നു. ഇനി ഇയാൾ അതിന്റെ 7/12 ആക്ച്വൽ സെല്ലിംഗ് പ്രൈസിന് വിറ്റപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ 21 രൂപ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ് അല്ല, ഏതോ ഒരു സെല്ലിംഗ് പ്രൈസിന്റെ 7/12 ആണ് ഈ 21. അപ്പൊ ആ ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ് അതിൽ നിന്ന് കിട്ടി 36 ആയിരുന്നു ശരിക്കുള്ള വില. ഇനി അയാൾ വിൽക്കുന്നത്, അയാൾ 25 രൂപയ്ക്ക് വാങ്ങിയ സാധനം, പക്ഷെ അയാൾ ഇനി വിൽക്കാൻ പോണത് ഈ 36 രൂപയുടെ 80%, അതായത് 28.8. അപ്പൊ അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ കണക്കനുസരിച്ച് 25 രൂപയ്ക്കാണെങ്കിൽ
3.8 പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. പക്ഷെ 25ന്റെ അല്ലല്ലോ വേണ്ട, 100ന്റെ അല്ലേ വേണ്ടേ, പെർസെന്റേജ് അല്ലേ വേണ്ട. സോ 25 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 3.8 ഇൻറ്റു 4 ആണ്. 15.2. സോ ആൻസർ 15.2% കിട്ടും. ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ പറയാം. നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ചെയ്ത് നോക്കാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. വെയിറ്റേജ് കുറച്ച് കൂടുതലുള്ള ചാപ്റ്റർ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ചാപ്റ്റർ ആണ്. താങ്ക് യു സോ മച്ച്. ബൈ.